പാഠം 456. ഇടതുവശം ഒരു മോശപ്പെട്ട വശമല്ല. ഭമേ, ഇന്നലെ ഞാൻ പറഞ്ഞതാ, ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണം. 9:30 തഹസിൽദാർ വിളിച്ച യോഗമുണ്ട്. മഴക്കെടുതികൾ ചർച്ച ചെയ്യാൻ. എന്റെ ഭാഗത്തുനിന്ന് ഒരു താമസവും ഇല്ല. 8:45 കഴിക്കാനുള്ളത് റെഡിയായിരിക്കും. മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും അലക്കി തേച്ചും വെച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം മോഹനേട്ടന്റെ കാര്യം. ഞാൻ കരുതി ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ നീ മറന്നിട്ടുണ്ടാവും. രാവിലത്തെ ഒരു ചായ ഇതുവരെ കിട്ടിയതുമില്ല. ചായ ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം പഞ്ചസാര ഇട്ട് അതെടുത്ത് കുടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതല്ല, ഞാൻ തന്നെ അതെടുത്ത് തന്നാലേ കുടിക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഒരു 5 മിനിറ്റ് സാർ ക്ഷമിക്കേണ്ടി വരും. ഇതരിഞ്ഞു തീർക്കാതെ എനിക്കത് തരാൻ പറ്റില്ല. ഇത് വെച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ മോഹനേട്ടന് തഹസിൽദാരുടെ യോഗത്തിന് പോവാൻ? തഹസിൽദാരുടെ യോഗത്തെ പറ്റി പറയുമ്പോ നിന്റെ മുഖത്തുണ്ടാവുന്ന ഈ പുച്ഛം എനിക്ക് മനസ്സിലായി. ഭമേ, നാട്ടിൽ പേമാരിയും കൊടുങ്കാറ്റും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുമ്പോ റവന്യൂ വകുപ്പില്ലായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ നടന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് പേമാരി പെയ്തപ്പോ അർജുനൻ അമ്പ് ചെയ്ത് മഴയെ തടഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ റവന്യൂ വകുപ്പുകാർക്ക് അത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടോ? മഴയെ തടയാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരിക്കും, പക്ഷേ മഴ മൂലം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ രക്ഷാപ്രവർത്തനം നടത്താനും നഷ്ടപരിഹാരം നൽകാനും ഞങ്ങൾ തന്നെ വേണം. മഴക്കാലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കണക്കെടുത്ത് വരുമ്പോഴേക്കും വേനലാവും. അപ്പൊ പിന്നെ പ്രശ്നം വരൾച്ചയാവും. വരൾച്ച മൂലമുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുത്ത് വരുമ്പോഴേക്കും പിന്നെയും മഴ 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 മഴ. നിങ്ങളുടെ ഈ കണക്കെടുപ്പ് മാത്രം വർഷാവർഷം അങ്ങനെ അങ്ങ് നടക്കും. കാര്യങ്ങളൊന്നും നടക്കൂല. എന്നാ ആര് പറഞ്ഞു? കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റിലും 19 താലൂക്കിലും 10-300 വില്ലേജ് ഓഫീസുകളിലും കൺട്രോൾ റൂം തുറന്നു പ്രവർത്തിക്കുകയാണ്. ആർക്കും പരാതിയുമായിട്ട് എപ്പോ വേണമെങ്കിലും വരാം. മഴ മൂലം നാശനഷ്ടം സംഭവിക്കുന്നവർക്ക് ഞങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് സഹായമായി നൽകുന്നത്. കേരളത്തിലെ മന്ത്രിമാരുടെ കാര്യം മോഹനേട്ട ഞാൻ ഓർക്കുന്നത്. മഴയൊന്ന് പെട്ടെന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നാശനഷ്ടങ്ങൾ കുറയുമായിരുന്നു എന്ന് കരുതി പ്രാർത്ഥിക്കുന്ന റവന്യൂ മന്ത്രി, മഴ നിൽക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന വൈദ്യുതി മന്ത്രി, ഇതിനിടയിൽ രാവിലെയും വൈകുന്നേരവും താലൂക്ക് ഓഫീസിൽ വട്ടം കൂടിയിരുന്ന് യോഗം നടത്തുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരും. എന്റെ പൊന്നെ, കൊള്ളാം. എന്തായാലും ഇതിന് പറയാൻ എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ എനിക്കിത് നേരത്തെ പോണം. അതുകൊണ്ട് ഇതിനുള്ള മറുപടി വൈകിട്ട് തരാം. എന്ത് മറുപടി? ഒരു മറുപടിയില്ല. എന്തായാലും രാവിലെ വില്ലേജ് ഓഫീസറിൽ നിന്ന് ചൊറിഞ്ഞപ്പോ അതിന്റെ ഒരു സുഖം കിട്ടി. ഇത്തരം കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ നടക്കുന്നവർക്ക് വട്ടാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് വേണം തല്ലേണ്ടത്. ഇത് വായിക്കുമ്പോൾ ആഘോഷ സന്തോഷമായിരിക്കും, പക്ഷെ എത്ര സന്തോഷിച്ചിരുന്ന കാര്യം? ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്. മോഹനേട്ടാ, ചായ. ഒന്നല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഭാമേ? ഇന്നത്തെ ദിവസം ആഗസ്റ്റ് 13. ആഗസ്റ്റ് 13 എന്താ പ്രത്യേകത? നിനക്ക് പോലും അത് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാൻ പറ്റും? ലോക വികലാംഗ ദിനം എന്നാണ് എന്ന് ആദ്യം വരേണ്ടത് ആരാണ്? വികലാംഗർ. ലോക വനിതാ ദിനം എന്നാണെന്ന് പെണ്ണുങ്ങളെ അറിയാതിരുന്നാലോ? ഇന്നിത് രണ്ടുമല്ലല്ലോ. അല്ല, പക്ഷെ ഇന്ന് ലോക ഇടംകൈ ദിനമാണ്. ലോകത്തുള്ള ഇടംകൈയന്മാർക്കും ഇടംകൈകാരികൾക്കുമുള്ള ദിവസം. നീ ഒരു ഇടംകൈകാരിയായിട്ട് അത് അറിയില്ലേ? അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് പറയുമ്പോ നിനക്കെന്താ ഒരു സന്തോഷം? എടി, നിന്നെപ്പോലുള്ളവരുടെ ഒരു കഴിവില്ലായ്മയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. വികലാംഗ ദിനം വികലാംഗൻ ആഘോഷിക്കാമോ?
എയ്ഡ്സ് രോഗികൾ ലോക എയ്ഡ്സ് ദിനവും മാനസിക രോഗികൾ ലോക മനോരോഗ ദിനവും ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയാലോ? ഇടംകൈക്കാരിയാവുക എന്ന് പറയുന്നത് ഒരു വൈകല്യവുമല്ല, രോഗവുമല്ല, ഭ്രാന്തുമല്ല. ഓരോ മനുഷ്യർക്കും ഓരോരോ രീതികളാണ്. ലോകത്ത് കുറെ പേർക്ക് വലത് കൈയാണ് വശം, കുറെ പേർക്ക് ഇടത് കൈയും. അത്രയുള്ള കാര്യം അല്ലല്ലോ. ലോകത്ത് മഹാഭൂരിപക്ഷം പേർക്കും വലത് കൈയാണ് വശം. അതുകൊണ്ടാണ് ഇടം കൈ വശമാവുക എന്ന് പറയുന്നത് ഒരു വൈകല്യമാണ് എന്ന് പറയുന്നത്. അതൊരു വൈകല്യമാണെന്ന് തലയ്ക്ക് സുഖമില്ലാത്തൊരു വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ കൊള്ളാവുന്ന ആളുകളൊക്കെ ഇടത് കൈ വശമുള്ളവരായിരുന്നു. എന്നാര് പറഞ്ഞു? ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. തർക്കിക്കാനാണെങ്കിൽ കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരു കാരണം കണ്ടുപിടിച്ചോണ്ട് വാ. ഞാൻ അടുക്കളയിൽ തന്നെ കാണും. പാത്രം ശരിക്കും അരിച്ചു പിറക്ക് എന്തെങ്കിലും കാണും. ഹലോ, അതെ. നമസ്കാരം സർ. ഞാൻ ആ കേസ് ശരിക്കും വായിച്ചു നോക്കിയിരുന്നു. നമുക്കതിലൊന്നും ചെയ്യാനില്ലെന്നാ സാർ എനിക്ക് തോന്നുന്നേ. ആവശ്യമില്ലാതെ ആ കേസിൽ തലവെച്ച് സംഗതി വഷളാക്കുന്ന എന്തിനാ? അതെ സാർ, ശരി. സദാനന്ദൻ സാറ്, സാറിന്റെ ഒരു ബന്ധുവിന്റെ കേസ് അതേറ്റ ജയിക്കില്ലെന്ന് സാറിനും അറിയാം. അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് നോക്കാൻ എന്നോട് പറയായിരുന്നു. ഞാൻ നോക്കിയിട്ട് എന്താ കാര്യം? ആ കേസ് ജയിക്കാനൊന്നും പോകണില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരാളെ കാണുമ്പോ ഹസ്തദാനം ചെയ്യാറില്ലേ? ഏത് കൈയാണ് ഹസ്തദാനത്തിൽ ഉപയോഗിക്കുന്നത്? അത് വലത് കൈ. എഴുതുന്നതും വലത് കൈ കൊണ്ട്. ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നത് വലത് കൈ കൊണ്ട്. എല്ലാ ദൈവങ്ങളും ആളുകളെ അനുഗ്രഹിക്കുന്നത് വലത് കൈ കൊണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? വലത് കൈക്ക് മനുഷ്യ ജീവിതത്തിൽ ഇടതു കൈയേക്കാൾ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട്. മോഹനേട്ട, ലോകത്തുള്ള മനുഷ്യരിൽ 90% വലം കൈയ്യന്മാരും 10% മാത്രം ഇടൻ കൈയ്യന്മാരുമാണ്. കൂടുതൽ ആളുകൾ വലം കൈയ്യന്മാരായതുകൊണ്ടാണ് വലത് കൈക്ക് പ്രാധാന്യം ഉണ്ടായത്, അല്ലാതെ ഇടത് കൈയുടെ കുഴപ്പം കൊണ്ടല്ല. ലോകത്ത് 90% പേരും വലത് കൈയ്യന്മാരാണെന്ന് നീ സമ്മതിച്ചു. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വലത് കൈയ്യന്മാരായിട്ടാണ്. ഇടത് കൈയ്യന്മാരെന്ന് പറയുന്നത് സാധാരണക്കാരല്ല, വികലാംഗരാ. കൊള്ളാലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും അഴിമതിക്കാരായതുകൊണ്ട് അവരാണ് ശരി. മോഹനേട്ടനെ പോലുള്ള സത്യസന്ധന്മാർ മാനസിക രോഗികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനെ സമ്മതിക്കൂ? അതുപോലെ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇടം കൈയ്യന്മാരെന്ന് പറയുന്നത് ഒരു അപശകനമാണ്. വലത് കൈയ്യന്മാരെ പോലെ പ്രതിഭാശാലികളായിരിക്കില്ല ഇടത് കൈയ്യന്മാർ. ഇത് അടുത്ത മണ്ടത്തരം. മോഹനേട്ടൻ കണക്ക് പഠിച്ചതല്ലേ? ലോകത്താകെ 10% ഇടം കൈയ്യന്മാരേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിവിധ രംഗങ്ങളിൽ പ്രതിഭകളായ ആളുകളുടെ 10% ഇടം കൈയ്യന്മാര് പാടുള്ളൂ. കഴിഞ്ഞ 5 അമേരിക്കൻ പ്രസിഡന്റുമാരെ നമുക്ക് എടുക്കാം. 5 പേരിൽ കണക്ക് പ്രകാരം അര പ്രസിഡന്റ് ഇടം കൈയ്യനാകാവൂ. പക്ഷേ കഴിഞ്ഞ 5 അമേരിക്കൻ പ്രസിഡന്റുമാരിൽ 4 പേർ, റൊണാൾഡ് റേഗൻ, ജോർജ് ബുഷ്, ബിൽ ക്ലിന്റൺ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ, എല്ലാം ഇടങ്കയ്യന്മാരാ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലോകത്ത് വളരെ കുറച്ച് ഇടങ്കയ്യന്മാരേ ഉള്ളൂ, പക്ഷേ അവരൊക്കെ ഭയങ്കര പ്രതിഭാശാലികളാണ് എന്ന്. നമ്മൾ ഇന്ത്യക്കാരെ പറ്റി സംസാരിക്കുമ്പോ നീ എന്തിനാ അമേരിക്കക്കാരെ പറ്റി സംസാരിക്കുന്നത്? ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനുഷ്യൻ മനുഷ്യനാണ്. 2 കൈയും 2 കാലും ഒക്കെയുള്ള ഒരു ജീവി. ഇന്ത്യയിലെ മനുഷ്യർ ഇടങ്കൈ ഉപയോഗിക്കുന്നത് കുറ്റവും അമേരിക്കയിലെ ആളുകൾ അത് ഉപയോഗിക്കുന്നത് ശരിയാകുന്നത് എങ്ങനെയാണ് മോഹനേട്ടാ? നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും ജീവിത രീതിയും അനുസരിച്ച് വലത് കൈയാണ് ശരി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത്. ഈ ഇടത് കൈ കൊണ്ട് കൊടുത്താൽ എന്താ കുഴപ്പം? ഇന്ത്യ മഹാരാജ്യത്ത് ആരും ഇങ്ങനെ ചെയ്യാറില്ല. മോഹനേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിൽ ഇടം കൈമാരാരുമില്ലെന്നാണോ? ഞാൻ ആരും കണ്ടിട്ടില്ല, നിന്നെ അല്ലാതെ. ഇനിയിപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ അതിനെ പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാറുണ്ട്. എന്തിനു മോഹനേട്ടാ?
വലത് കൈ പോലെ തന്നെയാണ് ഇടം കൈയും. മോഹനേട്ടാ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇടം കൈയന്മാർ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമാണ് അമിതാഭ് ബച്ചൻ. അദ്ദേഹം ഇടംകൈയനാണ്, അതറിയാമോ? ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല, ലോക ക്രിക്കറ്റിൽ തന്നെ ഒരു അത്ഭുതമാണ് സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹം ഇടംകൈയനാണ്. പക്ഷേ സച്ചിൻ വലതുകൈയാണല്ലോ കളിക്കുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ കാര്യമാണ്. സച്ചിൻ ഒരു ഇടംകൈയനാണ്. സംശയം ഉണ്ടെങ്കിലേ വിവരമുള്ളവരോട് ചോദിച്ചു നോക്ക്. ഇതാണ് മുണ്ടാട്ട് മുട്ടിപ്പോയോ? ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയാൽ ബച്ചനെയും സച്ചിനെയും പോലെ പ്രശസ്തരായ 2 പേരില്ല. അവർ രണ്ടും ഇടംകൈയന്മാർ. ഇടംകൈ ഒരു സംഭവമാണെന്ന് ഇപ്പൊ മനസ്സിലായോ സാറിന്? ഉത്തമൻ വന്നു. ഇനി ചെന്ന് കുറച്ചു നേരം ഉത്തമനോട് തർക്കിക്കുക. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലി തീർക്കാം. ചെല്ലേ. ഇടംകൈക്കതാ പ്രശ്നമൊന്നും അറിയണല്ലോ. അയ്യടാ, നമസ്കാരം സാർ. പുളിക്കലെ തോമസ് കുട്ടി തന്നു വിട്ടതാ. ഇത് സാറിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വരട്ടെ. എന്ത് സാർ? ഉത്തമന് ഏത് കൈ ഉണ്ടായി കവറിന്റെ കയ്യിലേക്ക് തന്നത്? എന്റെ വലത് കൈയുണ്ട്. എന്ത് സാറേ പ്രശ്നം? ഉത്തമൻ സാധാരണ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുന്നത് വലത് കൈ കൊണ്ടാണോ? വലത് കൈ കൊണ്ടാണ് സാറേ. അതല്ലേ സാറേ എന്റെ ഒരു രീതി മര്യാദയും. അപ്പൊ ഉത്തമന് കാര്യങ്ങളൊക്കെ അറിയാം. വലത് കൈക്ക് ഇടത് കൈയേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ഉത്തമൻ സമ്മതിച്ചല്ലോ. പിന്നെ സമ്മതിക്കാൻ എന്ത് ചെയ്യും? പക്ഷേ അത് സമ്മതിക്കാത്ത ഒരിടം കൈക്കാരി ഇവിടെ ഉണ്ട്. അവള് പറയുന്നത് ഇടം കൈ വശമായിട്ടുള്ളവർക്ക് ഭയങ്കര ബുദ്ധിയും കഴിവൊക്കെയാണെന്നാണ്. അവളിടം കൈയാണല്ലോ, അപ്പൊ അങ്ങനെയല്ലേ പറയൂ. പക്ഷെ അത് വക്കീല് പറഞ്ഞത് വെറും വിവരക്കേടാണ് സാറേ. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നത് വലത് കൈ കൊണ്ടാണല്ലോ. പിന്നെ ഈ ഇടം കൈ എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷണം കെട്ട ഏർപ്പാടാണ് എന്ന് ഉത്തമനോട് ആരാ പറഞ്ഞത്? ഞാനൊരു വക്കീലാണെന്നും എന്റെ ജോലിയിൽ ഞാൻ മിടുക്കിയാണെന്നും ഉത്തമൻ സമ്മതിക്കുവോ? അത് സമ്മതിക്കും. ഉത്തമൻ 10ാം ക്ലാസ് പോലും ജയിക്കാൻ പറ്റാത്ത ഒരു സാധാരണ ബ്രോക്കറാണ്. ഉത്തമൻ വലം കൈനും ഞാൻ ഇടം കൈക്കാരി. അപ്പോൾ നമ്മളിലാരാ കൂടുതൽ കഴിവുള്ള? നീ എന്തിനാ ഉത്തമനെ പിടിക്കുന്നത്? ഞാനോട് തുപ്പണ്ടല്ലോ. ഞാൻ നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നേക്കാൾ പ്രശസ്തയാണോ നീ? ശരി, അങ്ങനെയാണെങ്കിൽ എന്നെ വിട്. ഇടം കൈമാരായ വേറെ കുറെ പേരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, സിനിമാ നടൻ അമിതാഭ് ബച്ചൻ, ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇവരൊക്കെ മോഹനേട്ടനെക്കാട്ടിലും പ്രശസ്തരല്ലേ? എന്താണ് ഉത്തമ സംശയം? ഇനി ഞാൻ പറയാൻ പോകുന്ന പേരുകൾ കേട്ടാൽ ഉത്തമൻ ഞെട്ടും. ഉത്തമന് ഫുട്ബോൾ കളിക്കാൻ അറിയാമോ? കളിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കാരെ അറിയാമോ? കുറെ പേരൊക്കെ എനിക്കറിയാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഫുട്ബോൾ കളിക്കാർ ആരൊക്കെയാണ്? മോഹനേട്ടൻ പറഞ്ഞോളൂ. ഏറ്റവും പ്രശസ്തനായ കളിക്കാരൻ പെലെയാണ്. പക്ഷെ സാറേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറഡോണയാണ്. മതി, ഈ 2 പേരുകൾ മതി. നിങ്ങൾ ഈ പറഞ്ഞ പെലെയും ഇടംകയ്യനാണ്, മറഡോണയും ഇടംകയ്യനാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ ചക്രവർത്തി എന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി അറിയപ്പെടുന്നത്. അദ്ദേഹം ഇടംകയ്യനായിരുന്നു. റോമൻ ചക്രവർത്തിമാരിൽ ജൂലിയസ് സീസറിനെ പോലെ പ്രശസ്തനായ മറ്റൊരാളില്ല. ഇടംകയ്യനായിരുന്നു. ആധുനിക ലോക ചരിത്രത്തിൽ സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വെല്ലാൻ വേറെ ആരാ ഉള്ളത്? ആരായിരുന്നു അദ്ദേഹം? ഇടംകയ്യനായിരുന്നു. അയ്യോ, സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു കേട്ടാ. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇടംകയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഇടംകൈക്ക് ഒരു കുഴപ്പം പറയാനില്ല സാറേ. ഇവളെന്തൊക്കെ പറഞ്ഞാലും ഇടത് കൈ എന്ന് പറയുന്നത് ഒരു മോശം ഏർപ്പാടാണ്. ഉത്തമൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലക്ഷണം കെട്ട പരിപാടി. സത്യം പറഞ്ഞ ഈ നിൽക്കുന്ന ഭാമ ഇടത് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ഛർദ്ദി കിടന്നു. കുറെ ആളുകളുടെ പേര് പറഞ്ഞാൽ എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ് അവളുടെ ധാരണ.
പക്ഷേ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂ? ഒരിക്കലും ഇല്ല. അപ്പൊ സാറേ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവും. ഒടുവിൽ സാറിന്റെ വലത് കൈയും വക്കീലിന്റെ ഇടം കൈയും തമ്മിൽ ഇങ്ങനെ കയ്യാങ്കളിയാകുമ്പോ ഞാനിതിന് നടുവിൽ പെട്ടുപോകും. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. അപ്പൊ കാണാം സാറേ. പിന്നെ പുളിക്കല തോമസ് കുട്ടിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറയണോ? ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. രാവിലെ എനിക്ക് താലൂക്ക് ഓഫീസിൽ യോഗമുണ്ട്. ഓ ശരി 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 ശരി. മണി 8:15. അപ്പോ ശരി സാറേ. ഓ ഹാമേ, നീ എന്താ ചെയ്യുന്നേ? ഇത് കണ്ടൂടെ? തപസ് ചെയ്യണു. എനിക്ക് 8:45 പോണെന്ന് ഞാൻ പറഞ്ഞല്ലേ. കഴിക്കാട്ട് വാ. കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ നിർത്തിയോ? കാരണം ഞാൻ ഇടത് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ മോഹനേട്ടൻ ഛർദ്ദിക്കാൻ വരില്ലേ? എനിക്കാണെങ്കിൽ ഇടത് കൈ കൊണ്ട് വലുതും ചെയ്യാൻ അറിയൂ. ഞാൻ ഇടത് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴേ വില്ലേജ് ഓഫീസർക്ക് ഛർദ്ദിക്കാൻ വരുമെങ്കിൽ ഞാൻ ഇടത് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഓഹോ, തോൽപ്പിക്കാൻ നോക്കാണല്ലേ. നീ ഭക്ഷണം ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ താലൂക്ക് ഓഫീസിലെ യോഗത്തിന് പോകില്ല എന്ന് കരുതുണ്ടാവും. എനിക്ക് കാപ്പി വേണ്ട. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് കഴിച്ചോളാം. കൃഷ്ണൻകുട്ടി വലം കയ്യനാണോ എന്തോ? അത് ഞാനേണ്ട. മോഹനേട്ടാ, ഷർട്ട് മുട്ട് തേച്ചിട്ടില്ല കേട്ടോ. തേച്ചിട്ടില്ലേ? ഇല്ല. എങ്ങനെ തേക്കാനാണ്? എനിക്ക് ഇടങ്കൈ കൊണ്ടേ തേക്കാൻ അറിയൂ. ഇടങ്കൈ കൊണ്ട് തേച്ച ഷർട്ട് വിട്ട് തഹസിൽദാരുടെ യോഗത്തിന് പോയിരിക്കുമ്പോ മോഹനേട്ടനെങ്ങാനും ഛർദ്ദിച്ചാലോ? മോഹനേട്ടനെ പരിചയമില്ലാത്തവര് കരുതും ഇന്നലെ മോഹനേട്ടൻ ഭയങ്കര ഫിറ്റായിരുന്നു എന്ന്. മദ്യവിരോധിയും ഗാന്ധിയനുമായ മോഹനേട്ടന് ഞാനായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഷർട്ട് മുണ്ടും തനിയെ തേച്ചിട്ടാ മതി. തോപ്പിക്കാൻ നോക്കല്ലേ ഭാമേ. മോഹനേഷനെ തോപ്പിക്കാൻ നോക്കല്ലേ. ആഹാ, എന്താ പറയട്ടാ? ഇതെങ്ങനെ? പിടിച്ചു. കൈ കാണിക്കേ. കൈ ഇങ്ങോട്ട് കാണിക്കേ. കൈ കാണിക്കും മോനേട്ടാ. ഞാൻ മരുന്ന് തട്ടി തരാം. വാ. കാണിക്കേ. നോക്കി ആ മരുന്ന് കളഞ്ഞു. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നും ഞാൻ തേച്ച് വൃത്തിയാക്കി തരുന്ന ഷർട്ട് മുണ്ടും അല്ലേ? ഒരു മെനക്കേടുമില്ലാതെ അലക്കി തേച്ച് ഷർട്ട് മുണ്ടുവിട്ട് നടക്കുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് അഹങ്കാരം. അഹങ്കാരത്തിന് ദൈവം ഒന്ന് ശിക്ഷ ചെയ്ത്. ഇങ്ങനെ വരുമായിരുന്നു. ഞാനെങ്ങനെ തേക്കും? എനിക്ക് ഇടങ്ങ കൊണ്ട് തേക്കാറില്ലേ? അറിയൂ.
ഇടത് കണ്ട് തേച്ചാലും കുഴപ്പമില്ല. നീ പോയി ഷർട്ട് കൊണ്ട് തേക്ക്, എനിക്ക് ആഫീസിൽ പോണം. പക്ഷെ മോഹനേട്ടൻ ഛർദ്ദിക്കാമല്ലോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞ. ഇത്രയും കാലം നീ തേച്ചെന്ന് ഷർട്ടിട്ട് ഞാൻ ഛർദ്ദിച്ചില്ലല്ലോ. അങ്ങനെ വഴിക്കുക. വെറുതെ ഉത്തമന്റെ മുന്നിൽ ആളാവാൻ നോക്കിയതുകൊണ്ട് പറ്റിയതല്ലേ ഇത്. സാരമില്ല കേട്ടോ, കുറച്ചേരം അപ്പുറത്ത് പോയിരിക്കേ. അപ്പോഴേക്കും ഞാൻ ഇടത് കൈ കൊണ്ട് ഷർട്ടും മുണ്ടും തേച്ചു തരാം. അത് കഴിഞ്ഞ് ഇടത് കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും കഴിച്ചിട്ട് മോഹനേട്ടന് ആഫീസിൽ പോവാൻ നോക്കൂ. ഉച്ചയ്ക്ക് ഞാൻ ഇടത് കൈ കൊണ്ട് ഉണ്ടാക്കിയ ചോറുണ്ട് സുഖമായി ജോലി ചെയ്തോളൂ. അതെ, ഈ കൈ ഇങ്ങനെ പൊള്ളിരിക്കുമ്പോ ഈ കൈ കൊണ്ട് മോഹനേട്ടൻ എന്ന് കഴിക്കും. നീ വാരി തന്നാ മതി. ഞാൻ വാരി തരാട്ടോ. അയ്യോ, അപ്പൊ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും? സ്വയംപ്രഭയുടെ കാഞ്ചോട് വാരി തരാൻ പറയല്ലേ. ഉച്ചക്ക് ഞാൻ ഈ കൈ കൊണ്ടുണ്ടോളാം. അപ്പൊ ഛർദ്ദിക്കാൻ വരില്ലേ? മതി. ശരി, മതി. ഇപ്പൊ മാറും കേട്ടോ. ലോകത്തുള്ള ആകെ മനുഷ്യരിൽ 10% മാത്രമാണ് ഇടം കൈ വശമായിട്ടുള്ളവരെങ്കിലും ലോക ചരിത്രത്തിലെ പ്രതിഭാശാലികളിൽ 50%വും അവരാണെന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇടം കൈ ഒരു മോശപ്പെട്ട കാര്യമല്ല എന്ന് തിരിച്ചറിയാവുന്നതേയുള്ളൂ. ലോക ഇടംകയ്യൻ ദിനത്തിൽ എല്ലാ ഇടംകയ്യന്മാർക്കും ആശംസകൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.